പിന്നെന്താ വെച്ചാൽ ചില ഭർത്താക്കന്മാരൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ പോയാലും എൻ്റെ കുടുംബം പ്രശ്നമില്ലാതെ പോകും, ഇവിടെ തന്നെ ഉണ്ടാകും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തും എന്ന തെറ്റായ ധാരണ കുറേ പുരുഷന്മാർക്കുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കും. ഒരു പക്ഷേ വീട്ടിലുള്ളത് പോലും കൊണ്ടുപോയി വിറ്റ് തുലച്ച് ഇങ്ങനൊരു മക്കളും ഭാര്യയൊന്നും ജീവിക്കുന്നുണ്ടെന്ന് പോലും അറിയാതെ അത്രയും നിരുത്തരവാദപരമായിട്ട് ജീവിക്കും. അതിന് വളരെ കണിശമായ ഒരു തടസ്സമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ മരണം വരെ ഈ നിരുത്തരവാദിയായ ആളെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വളരെയധികം തീരുമാനം, സ്റ്റേണായ തീരുമാനം എടുക്കാൻ പറ്റണം. നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല, ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വളരെ ശക്തമായൊരു തീരുമാനമെടുക്കാൻ അവൾക്ക് പറ്റുമെങ്കിൽ മാറും. അങ്ങനെ പറ്റാത്തവർ ജീവിതകാലം മുഴുവൻ ഇത് അനുഭവിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു പ്രശ്നം വീട്ടിൽ പറയാതെ, ഉമ്മയോട് പറയാതെ, വാപ്പയോട് പറയാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമ്മുടെ സഹോദരിമാർ ആർജിച്ചെടുക്കുമ്പോൾ മരുമക്കൾ എന്നൊരു ചർച്ച തന്നെ ആവശ്യമുണ്ടാവില്ല. കാരണം അവിടെ എന്തില്ല, ഈ പ്രശ്നം ഉമ്മ പറയണ്ടല്ലോ, വാപ്പ പറയണ്ടല്ലോ, അത് ഇവിടെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ വാപ്പനോടും ഉമ്മനോടും പോയിട്ട് ഭർത്താവിൻ്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം മോശമാണ്. അയാൾക്ക് ആ ഒരു വിലയെ എന്ത് ചെയ്യുള്ളൂ, ആ വീട്ടിലുണ്ടാവുള്ളൂ, അവളുടെ അടുക്കലുണ്ടാവുള്ളൂ. അതുകൊണ്ട് പുരുഷന്മാർ അവിടെ എന്ത് ചെയ്യണം, ഒരു പുരുഷനായി മാറുന്നതിനെ പറ്റി ചിന്തിക്കണം.